വെൽക്കം ടു NCERT +1 +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഗോസ് ലോ ആണ് കണ്ടത്. ആൻഡ് ഗോസ് ലോ വെച്ചിട്ട് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചു. ഓക്കെ, സോ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് എ തിൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് വയർ ഓഫ് യൂണിഫോം ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ is given by lambda by 2 pi epsilon naught r n cap, where r is the perpendicular distance of the point from the wire and n cap is the radial unit vector in the plane normal to the wire passing through the point. And field of a infinite thin plane sheet of uniform surface charge density sigma is given by E is equal to sigma by 2 epsilon naught n cap, where n cap is the unit normal vector normal to the plane outward on either side. അപ്പോൾ ഇനി നമ്മൾ ഇന്ന് നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഒരു തിൻ സ്ഫെറിക്കൽ ഷെല്ല്, യൂണിഫോംലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു തിൻ സ്ഫെറിക്കൽ ഷെല്ല് കാരണം ഉണ്ടാവുന്ന ഫീൽഡ്, അതാണ് ഈ സെക്ഷൻ ഈസ് 1.15.3. ദാറ്റ് ഈസ് ഫീൽഡ് ഡ്യൂ ടു എ യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെൽ. സ്ഫെറിക്കൽ ഷെൽ, ഇത് കാരണം ഉണ്ടാവുന്ന ഫീൽഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ തിൻ സ്ഫെറിക്കൽ ഷെൽ എന്ന് പറയുമ്പോൾ എന്താണ്? അകത്ത് പൊള്ളയാണ്. ഷെൽ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ഷെൽ. ഈ അകത്ത് പൊള്ളയാണ്. ദാറ്റ് മീൻസ് ഈ ഭാഗത്ത് ചാർജസ് ഒന്നുമില്ല. ചാർജസ് എല്ലാം റിസൈഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഓക്കെ, ചാർജസ് എല്ലാം ഈ ഔട്ടർ സർഫസിലായിരിക്കും ഉണ്ടാവുന്നത്. ഇന്നർ സർഫസിലെ ചാർജ് 0 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് യൂണിഫോംലി ചാർജ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരു യൂണിറ്റ് ഏരിയ എടുക്കുവാണെങ്കിൽ അവിടെ ഉണ്ടാവുന്ന ചാർജസ്, ഏത് യൂണിറ്റ് ഏരിയ എടുത്താലും അവിടെ കണ്ടെയ്ൻ ചെയ്യുന്ന ചാർജസ് സെയിം ആയിരിക്കും. സോ നമ്മൾ അവിടെ അങ്ങനെ യൂണിഫോംലി ചാർജ്ഡ് ആകുമ്പോൾ ചാർജ് പെർ യൂണിറ്റ് ഏരിയ സെയിം ആയിരിക്കും. ദാറ്റ് ഇസ്, ഇവിടെ ഇത് ഔട്ടർ സർഫസ് ആണ് അല്ലെ, ഔട്ടർ സർഫസിലാണ് കിടക്കുന്നത്. സോ വി ഹാവ് ടു ഇവോക്ക് ദ ടേം സർഫസ് ചാർജ് ഡെൻസിറ്റി. അപ്പൊ അവിടെ നമ്മൾ റെഫർ ചെയ്യുന്ന കാര്യം സർഫസ് ചാർജ് ഡെൻസിറ്റി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഗിവൺ ബൈ സിഗ്മ. ഓക്കെ, അപ്പൊ സിഗ്മ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഈ തിൻ സ്ഫെറിക്കൽ ഷെല്ലിന്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി. ഓക്കെ, ആൻഡ് ഈ ഒരു ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R ആണെന്ന് തന്നിരിക്കുന്നത്. ഓക്കെ, ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ R, അങ്ങനെയായിട്ടാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഇതൊരു സ്ഫിയർ ആണല്ലോ. അപ്പൊ ഒബ്വിയസ്ലി സ്ഫിയറിന് ഓൾറെഡി തന്നെ ഉണ്ടാവുന്ന സിമെട്രി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് സ്ഫെറിക്കൽ സിമെട്രി ഉണ്ടാവും. ഇപ്പൊ സ്ഫെറിക്കൽ സിമെട്രി മീൻസ് ഇപ്പൊ നമ്മള് സപ്പോസ് ഈ സ്ഫിയർ തന്നെ എടുക്കുക, അല്ലെങ്കിൽ ഏതൊരു സ്ഫിയർ, ഇപ്പം R റേഡിയസ് അല്ലെങ്കിൽ R സ്ഫിയറിന്റെ സ്ഫെറിക്കൽ സിമെട്രി ആണെന്ന് പറയുമ്പോൾ സപ്പോസ് ദാറ്റ് സ്ഫിയറിന്റെ റേഡിയസ് സ്മോൾ r ആണെങ്കിൽ വിത്ത് ഈ ചാർജ് ഇവിടെ നിൽക്കുന്നു, എന്നിട്ട് നമ്മൾ സെൻട്രൽ നിന്നും R ഡിസ്റ്റൻസിൽ ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ, ഇഫ് യു ആർ കൺസ്ട്രക്ടിങ് എ സ്ഫിയർ, ഈ സ്ഫിയറിലുള്ള എല്ലാ പോയിന്റ്സിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. R ഡിസ്റ്റൻസിൽ സെൻട്രൽ നിന്നുള്ള എല്ലാ പോയിന്റിന്റെയും എന്താണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് സെയിം ആണ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫംഗ്ഷൻ ഓഫ് ഓൺലി R. ആ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ടു ദാറ്റ് പോയിന്റ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൾസോ ആ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ദ സെന്റർ ടു ദാറ്റ് പെർട്ടിക്കുലർ പോയിന്റ്. ഇപ്പൊ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ്, അതിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ പോയിന്റ് ഈ ഒരു ഡയറക്ഷനിൽ തന്നെ, സെന്ററിൽ നിന്നും ആ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്ന അതേ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് കിടക്കുകയും ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് അപ്പം നമ്മൾ പറയും ഇറ്റ് ഇസ് റേഡിയൽ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എന്താണ്, ദാറ്റ് മീൻസ് റേഡിയൽ മീൻസ് ഇറ്റ് വിൽ ബി അലോങ് ദ റേഡിയസ് വെക്റ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പ്രത്യേകത, സ്ഫെറിക്കൽ സിമെട്രിയുടെ പ്രത്യേകത. അപ്പം നമ്മൾ ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് തിൻ സ്ഫെറിക്കൽ ഷെല്ലാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് ഉണ്ടാവുന്ന, നമ്മളിപ്പം കൺസിഡർ ചെയ്തപ്പോൾ വി ഹാവ് ദി സ്ഫെറിക്കൽ ഷെൽ അല്ലെ, നമുക്കൊരു സ്ഫെറിക്കൽ ഷെല്ലുണ്ട്. അപ്പം ആ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഒരു പോയിന്റിലെ ഈ സ്ഫെറിക്കൽ ഷെല്ല് കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡാണ് കണ്ടുപിടിക്കുന്നത്. സോ ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ഫെറിക്കൽ ഷെല്ലിന്റെ പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കാം. ഇവിടുത്തെയും കണ്ടുപിടിക്കാൻ വരും, അല്ലെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ ഇപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഇൻസൈഡിലുള്ള പോയിന്റ് ആണ്. അപ്പൊ ഇവിടുത്തെയും കണ്ടുപിടിക്കണം, ഇൻസൈഡും കണ്ടുപിടിക്കണം, ഔട്ട് സൈഡും കണ്ടുപിടിക്കണം. അപ്പൊ അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഓൺ എ പോയിന്റ് വിച്ച് ഇസ് ഔട്ട്സൈഡ് ദ ഷെൽ നോക്കാം. വി ആർ ടേക്കിംഗ് എ പോയിന്റ് ദറ്റ് ഈസ് ഔട്ട്സൈഡ് ദ ഷെൽ, പുറത്തുള്ള ഒരു പോയിന്റിന്റെ
ഇലക്ട്രിക് ഫീൽഡാണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പം നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്തു, പി എന്ന് പറഞ്ഞ ഒരു പോയിന്റ്, പി എന്നാണ് ഈ പോയിന്റിനെ മാർക്ക് ചെയ്തിരിക്കുന്നത്. പി എന്ന് പറയുന്ന പോയിന്റ് ദാറ്റ് ഇസ് ഈ സെൻട്രലിൽ നിന്നും പി വരെയുള്ള ദൂരം എന്ന് പറഞ്ഞാൽ സ്മോൾ ആർ ആണ്. ഓക്കെ, അവിടെ ഉള്ള ഒരു ദൂരത്തിലുള്ള ഒരു പോയിന്റ്, ഈ പിയിൽ എത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി. പിയിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഗോസ് ലോ യൂസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവർക്ക് ഈ പി ഉൾപ്പെടുന്ന ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യണം. ഓൾറെഡി ഇതൊരു തിൻ സ്ഫെറിക്കൽ ഷെല്ലാണ്, അതിന് സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് ഒബ്വിയസ്ലി ഈ സെൻട്രൽ നിന്നും പി വരെയുള്ള ദൂരം സ്മോൾ ആർ ആണ്. അപ്പൊ ആ സ്മോൾ ആർ വെച്ചിട്ട് നമ്മളൊരു ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്യും. സ്മോൾ ആർ വെച്ചിട്ട് ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ദാറ്റ് സ്ഫിയർ കുഡ് ബി ദ ഐഡിയൽ ഗോഷ്യൻ സർഫസ്. അപ്പൊ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ 6 ഡിസ്റ്റൻസ് സെൻട്രൽ നിന്നും ഈ പി വരെയുള്ള ഡിസ്റ്റൻസ് 6 ആണ്. സോ ആ 6നെ റേഡിയസ് ആക്കിക്കൊണ്ട് ഇവിടെ ഒരു ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്തു. അതായത് ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറയുന്നതാണ് ഗോഷ്യൻ സർഫസ്. ദാറ്റ് ഈസ് എ സ്ഫിയർ ഓഫ് റേഡിയസ് ആർ. അതാണ് നമ്മുടെ സ്ഫിയർ ഓഫ് റേഡിയസ് സ്മോൾ ആർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഗോഷ്യൻ സർഫസ്. അപ്പൊ നോക്കി, നമ്മൾ ഇങ്ങനെ ഒരു സ്ഫിയർ എടുക്കുമ്പോൾ ഈ സ്ഫിയറിൽ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിലെ കണ്ടുപിടിക്കണ്ടേ. ഇനി നോക്ക്, ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും അതും സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസും 6 തന്നെയാണ്. ദെയർഫോർ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഇപ്പൊ ഈ പോയിന്റ് ക്യൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി എന്ന് പറയുന്നത് ഈ പി ആണെന്ന് കൊടുക്കുവാണെങ്കിൽ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ക്യൂ എന്ന് പറയുന്നത് ഈ ക്യൂ ആയിട്ട് എടുക്കുവാണെങ്കിൽ, ഒബ്വിയസ്ലി ഈ പിയും ഈ ക്യൂയും സെയിം ആയിരിക്കും. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സ്ഫെറിക്കൽ സിമെട്രി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗോഷ്യൻ സർഫസിലുള്ള എല്ലാ പോയിന്റിലെയും ഇലക്ട്രിക് ഫീൽഡിന് ഒരേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ആൻഡ് അതിന്റെ ഡയറക്ഷനും സെയിം ആയിരിക്കും. ആൻഡ് ദ ഡയറക്ഷൻ സ്ഫെറിക്കൽ സിമെട്രി ഉള്ളതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ റേഡിയൽ ആയിരിക്കും. ദാറ്റ് ഇറ്റ് വിൽ ബി അലോങ് ദ റേഡിയസ് വെക്ടർ. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. വി നീഡ് ടു ഫൈൻഡ് ദ ഫ്ലക്സ്. നമ്മൾ നേരത്തെ ഗോസിൽ യൂസ് ചെയ്ത് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിച്ചത് ഓർക്കുവാണെങ്കിൽ അറിയാം. ആദ്യം ഫ്ലക്സിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഡോട്ട് എ ആണ്, ഇ ഇൻറ്റു ഏരിയ. അതും പിന്നെ ഗോസ്ലോ ഉപയോഗിച്ച് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് ആണ് ഗോസ്ലോ. അപ്പൊ ഇത് ഉപയോഗിച്ചുള്ള ഫൈ ഈസ് ഈക്വൽ ടു ഇ ഡോട്ട് എയും അക്കോർഡിംഗ് ടു ഗോസ്ലോ ഉപയോഗിച്ചിട്ടുള്ള ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്ലക്സ് ഒബ്വിയസ്ലി സെയിം ആയിരിക്കണം. സോ ഫൈനലി നമ്മൾ 1ഉം 2ഉം കൂടി ഇക്വേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇലക്ട്രിക് ഫീൽഡിനെ എക്സ്ട്രാക്ട് ചെയ്യും. ഇതാണ് നമ്മളുടെ മെത്തേഡ്. അപ്പൊ ആദ്യം നമുക്ക് ഫ്ലക്സ് ത്രൂ ദിസ് ഗോഷ്യൻ സർഫസ് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കുക, ഫ്ലക്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇ ഡോട്ട് എ ആണ്. ദാറ്റ് ഈസ് ഇ ഡോട്ട് എയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇ എ കോസ് തീറ്റ ആണ്. സോ നമുക്ക് ഇവിടെ നോക്കിക്കേ, ഇപ്പൊ നമ്മൾ ഈ പോയിന്റ് എടുക്കുവാണ്, നമ്മളിപ്പോ ഈ പി എന്ന് പറഞ്ഞ പോയിന്റ് എടുക്കുവാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഇസ് along റേഡിയൽ ആണല്ലോ, ദാറ്റ് ഇസ് along the radius vector. ഇറ്റ് പോയിന്റ്സ് ഫ്രം സെന്റർ ടു ദാറ്റ് പോയിന്റ്. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇനി നോക്കി, ഈ പർട്ടിക്കുലർ പി എന്ന് പറഞ്ഞ ഈ പോയിന്റിലെ ഒരു പർട്ടിക്കുലർ ഏരിയ എലമെന്റ്, ഈ ഏരിയ എലമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഔട്ട്വേർഡ് നോർമൽ ആണ് ഏരിയ എലമെന്റിന്റെ ഡയറക്ഷൻ. സോ ഇവിടേക്ക് നമ്മൾ ഔട്ട്വേർഡ് നോർമൽ എടുക്കണം, അതും ഇങ്ങോട്ട് തന്നെ ആയിരിക്കും പോയിന്റ് ചെയ്യുന്നത്. അത് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഏരിയ എലമെന്റിന്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഇത് ഇവിടെ ഉണ്ടാവുന്ന തീറ്റ എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ഫൈ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ജസ്റ്റ് ഇ ഇൻറ്റു എ ആവും. ഓക്കെ, സോ ഫോർ ദാറ്റ് യു സി നമുക്ക് ഫ്ലക്സ് ത്രൂ പി എന്ന് പറയുന്ന ആ പോയിന്റിലുള്ള ഫ്ലക്സ് ഡെൽറ്റ ഫൈ ആയിട്ട് എടുക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ആണെന്ന് വിചാരിക്കുക. ഇ ഡോട്ട് ആ ഏരിയ എലമെന്റ് ഡെൽറ്റ എസ് ആയിട്ട് കൊടുക്കാന്ന് വിചാരിച്ച ആ പർട്ടിക്കുലർ ഏരിയ എലമെന്റ് ഡെൽറ്റ എസ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് വേണ്ടത് ഫ്ലക്സ് ത്രൂ പി അല്ല, വി നീഡ് ഫ്ലക്സ് ത്രൂ ദ ഗോഷ്യൻ സർഫസ് ആണ്. ത്രൂ ഗോഷ്യൻ സർഫസ്. പക്ഷെ ഈ ഗോഷ്യൻ സർഫസിന്റെ പ്രത്യേകത എല്ലാ പോയിന്റ്സിലെയും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്. സോ നമുക്ക് മൊത്തത്തിൽ സമ്മേഷൻ ഓഫ് ഇ ഡെൽറ്റ എസ് ചെയ്യണം. ആ സമ്മേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് ഗോഷ്യൻ സർഫസിലെ എല്ലാ പോയിന്റ്സിന്റെ ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്, സ്ഫെറിക്കൽ സിമെട്രി ആണ്. സോ ഈ സമ്മേഷൻ ഓഫ് ഡെൽറ്റ എസ് മാത്രം ചെയ്താൽ മതി. അപ്പം ഈ സ്ഫിയറിന്റെ മൊത്തം നമ്മൾ ഓരോ ഭാഗത്തെ ഏരിയ എലമെന്റ്സ് സമ്മേഷൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ. ദാറ്റ് ഈസ് ഇ ഇൻറ്റു വി ഹാവ് ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ, ദാറ്റ് ഈസ് അവർ ഗോഷ്യൻ സർഫസ്. അപ്പൊ നോക്കി, ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4πr², ഇ ഡോട്ട് 4πr². അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇനി നെക്സ്റ്റ് നോക്കുക, നമുക്ക് അടുത്തത് ഫൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് വെച്ചിട്ടുള്ള ഗോസ്ലോ വെച്ചിട്ടുള്ള ഫ്ലക്സും കൂടി കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താ വേണ്ടത്?
നമുക്ക് ചാർജ് എത്രയാണെന്ന് അറിയണം. സോ വി നോ ദാറ്റ് ഈ ചാർജ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് തന്നെ അത് ചാർജ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഇവിടെയാണ്. ചാർജ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ഈ ഭാഗത്താണ്. ഇവിടെ മാത്രമേ ചാർജ് ഉള്ളൂ. സോ അത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡുമാണ് വിത്ത് ഹാവിംഗ് സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ. ദാറ്റ് ഇസ് സിഗ്മ ഇസ് ഗിവൺ ബൈ ക്യൂ ബൈ എ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ നമുക്ക് ക്യൂവിനെ എങ്ങനെ എഴുതാം? സിഗ്മ എ എന്ന് എഴുതാമല്ലോ. സോ ക്യൂ ഇസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു ആ ചാർജ് ഉൾപ്പെടുന്നത്, ചാർജ് എവിടെ മാത്രമേ ഉള്ളൂ? ഈ ഔട്ടർ സർഫസിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഏരിയ, ഈ ഔട്ടർ ഷെല്ലിന്റെ ഔട്ടർ സ്ഫിയറിന്റെ ഏരിയ ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ ഔട്ടർ സ്ഫിയറിന്റെ ഏരിയ 4π ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. കാര്യം അത് സെൻട്രൽ നിന്നും, അത് ഈ എന്താ പറയുന്നത്, ഈ ഒരു ഷെല്ല്, ഈ ഒരു സർഫസ് എന്ന് പറയുന്നത് സെൻട്രൽ പോയിന്റിൽ നിന്ന് ക്യാപിറ്റൽ ആർ ഡിസ്റ്റൻസിൽ കിടക്കുന്നതാണ്. സോ അതിന്റെ ഏരിയ ആണ് നമ്മളിവിടെ എടുക്കുന്നത്, സിഗ്മ 4π ആർ സ്ക്വയർ. സോ നമ്മളുടെ ഫൈ എന്ന് പറയുന്നത് എന്തായി? സിഗ്മ 4π ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. അപ്പൊ നമുക്കിവിടെ രണ്ട് ഇക്വേഷൻ കിട്ടി. ആ രണ്ട് ഇക്വേഷനും, വണ്ണിനെയും ടൂവിനെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുവാണെങ്കിൽ വി വിൽ ഗെറ്റ് ഇ ഡോട്ട് 4π ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ 4π ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട്. നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇ ഇനി 4π ആർ സ്ക്വയറിനെ അപ്പുറത്തേക്ക് കൊണ്ടുവരാം. സോ സിഗ്മ 4π ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് 4π ആർ സ്ക്വയർ. ഈ 4πയും ഈ 4πയും ക്യാൻസൽ ആക്കി കഴിയുമ്പോൾ യു വിൽ ഹാവ് സിഗ്മ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ എന്ന് വരും. ഇനി നോക്കുക, നമ്മുടെ സിഗ്മ എന്ന് പറയുന്നത് എന്താണ്? സി ഫ്രം ഹിയർ വി ഹാവ് സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ എ അല്ലേ. അപ്പം ക്യൂ, ആ ചാർജ് കിടക്കുന്ന സ്ഫിയർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആറിൻ്റെ അകത്താണ്. അപ്പൊ അവിടുത്തെ എ എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി ക്യാപിറ്റൽ ഏരിയ എടുക്കുമ്പോൾ 4π ക്യാപിറ്റൽ ആർ സ്ക്വയർ ആണ്. ശ്രദ്ധിക്കുക, ചാർജ് കിടക്കുന്ന ആ സ്ഫിയറിൽ മാത്രമേ ഉള്ളൂ. സിഗ്മ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 4π ആർ സ്ക്വയർ അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് നമുക്ക് ഈ സിഗ്മയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ സിഗ്മ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ അല്ല, അവിടെ ഈ സിഗ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4π ക്യൂ ബൈ 4π ആർ സ്ക്വയർ ഇൻറ്റു ഇവിടെ ആർ സ്ക്വയർ ബൈ എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ. ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആയിട്ട് ഫൈനലി വി ഹാവ് 4π ക്യൂ ബൈ 4π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ ആയതുകൊണ്ട് എപ്പോഴും നമുക്ക് വെക്ടർ നൊട്ടേഷനിൽ എഴുതാം. സോ ഇവിടെ മേലെ ഒരു ആരോ വരയ്ക്കുക, ക്യൂ ബൈ 4π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ ആർ ക്യാപ്. ഓക്കെ, സോ ദിസ് ഇസ് ദ electric field vector of a field due to a uniformly charged spherical shell for a point outside the shell. ഇനി നോക്കുക, ഇപ്പൊ നമ്മുടെ ആ സ്ഫിയറിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ചാർജ് പോസിറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഈസ് ക്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡയറക്റ്റഡ് റേഡിയലി ഔട്ട്വേർഡ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നേരെ മറിച്ച് നമ്മുടെ ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ, ദാറ്റ് ഇസ് ക്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി ഡയറക്റ്റഡ് റേഡിയലി ഇൻവേർഡ്. ഇങ്ങനെ ആയിരിക്കും അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഇനി നോക്കുക, നമ്മൾ ഓൾറെഡി തന്നെ ഒരു കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇഫ് നമുക്കൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ക്യൂ എന്ന് പറഞ്ഞ അത് ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിന്റെ, ആർ റേഡിയസ് ഒരു സ്ഫിയർ ആണ്, ആർ റേഡിയസ് ആണ് സ്ഫിയറിനുള്ള. ഇതിന്റെ ഒത്ത നടുക്ക് ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് വെക്കുകയാണെങ്കിൽ ഈ സ്ഫിയറിന്റെ ഈ എൻ്റെ സർക്കംഫറൻസിലെല്ലാം ഒരേ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4π എപ്സിലോൺ നോട്ട് ആർ സ്ക്വയർ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയല്ലേ നമുക്കിപ്പം ഫോർ എ ഫീൽഡ് ഔട്ട്സൈഡ് ദ ഷെല്ലും അതേ ഇക്വേഷൻ തന്നെ കിട്ടിയിരിക്കുന്നത്. അത് ഈവൻ ദോ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്ത സിനാരിയോ വ്യത്യാസമായിരുന്നു. ഇവിടെ സെൻട്രൽ അല്ല നമ്മുടെ ചാർജ് എടുക്കുന്നത്. ചാർജ് ഇവിടെ ഇങ്ങനെ ഔട്ടർ സർഫസിലാണ് കിടക്കുന്നത്. ഔട്ടർ സർഫസിലാണ് കിടക്കുന്നതെങ്കിലും നമ്മൾ സെൻട്രലിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെ ഒരു സ്ഫിയർ വരച്ചു കഴിഞ്ഞാൽ, ഒരു ആർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ വരച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഇലക്ട്രിക് ഫീൽഡും ആസിഫ് അത് സെൻട്രൽ കിടക്കുന്ന അതേ ഇക്വേഷനിലേക്ക് തന്നെ വന്നു, ഈവൻ ദോ സെൻട്രൽ അല്ല കിടക്കുന്നത്. സോ ഒരു ഷെല്ലിന്, തിൻ സ്ഫെറിക്കൽ ഷെല്ലിന്റെ ഔട്ട്സൈഡ് ഉള്ള പോയിന്റിനെ സംബന്ധിച്ച് ആ ഫീൽഡ് എന്ന് പറയുന്നത് ആ ചാർജ് മുഴുവനായിട്ട് അതിന്റെ സെൻട്രൽ കിടക്കുന്ന പോലെ തന്നെയാണ് അതിന്റെ ഫീൽഡ് വരിക. സോ ദാറ്റ് ഈസ് ദ ടേക്ക് ഹോം മെസ്സേജ്. 4 points outside the shell, the field due to a uniformly charged
shell is as if the entire charge of the shell is concentrated at its center. ഓക്കെ, അതുപോലെയാണ് അത് വരിക. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഇനി വേണ്ടത് ഫീൽഡ് ഇൻസൈഡ് ഷെല്ലാണ്. ഇപ്പം ആ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷെൽ ഇതാണല്ലോ. ഓക്കെ, നമ്മുടെ ഷെൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ അതിന്റെ അകത്തെ ഒരു പോയിന്റ്, അകത്ത് നമ്മൾ പി എന്ന് പറയുന്നത് ഈ പൊള്ളയായി ഇതിന്റെ അകത്തെ ഒരു പോയിന്റ് എടുക്കുകയാണ്, പി എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുക്കുകയാണ്. ഇനി അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത്. സോ നൗ വി ആർ കൺസിഡറിങ് ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ. ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, അതിനുവേണ്ടി പി എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പൊ ആ പി എന്ന് പറഞ്ഞ പോയിന്റ് സെൻട്രൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയാണ്. അപ്പം നമ്മളുടെ അത് വെച്ചിട്ട് ഇവിടെ വീണ്ടും നമുക്ക് സ്ഫെറിക്കൽ സിമെട്രി തന്നെ ഇവോക്ക് ചെയ്യാം. സോ ഈ ആർ ഡിസ്റ്റൻസിന്റെ അകലെയായിട്ട് ആർ സെന്റർ ഓയും റേഡിയസ് ആറും ആയിട്ടൊരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഡോട്ടഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ Gaussian surface. So our Gaussian surface is the sphere of radius r. സ്ഫിയർ ഓഫ് റേഡിയസ് ആണ്. അപ്പൊ നേരത്തെ പോലെ തന്നെ നമുക്ക് ഈ ഫ്ലക്സ് ഗോഷ്യൻ സർഫസിലൂടെയുള്ള ഫ്ലക്സ് കാരണം ഇവിടെയും ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും നോർമൽ ആണ്. സോ ഫ്ലക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ടു ടോട്ടൽ ഏരിയ ഓഫ് ദ സ്ഫിയർ ഓഫ് റേഡിയസ് സ്മോൾ ആർ. സോ ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ഗോഷ്യൻ സർഫസ് നമ്മുടെ നേരത്തെ പോലെ തന്നെയുള്ള കാൽക്കുലേഷൻ ആണ്, ഒരു വ്യത്യാസമില്ല. നെറ്റ് ഫ്ലക്സ് ത്രൂ ഗോഷ്യൻ സർഫസ്, ഗോഷ്യൻ സർഫസിലൂടെയുള്ള നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ഇറ്റ് ബി 5, ദാറ്റ് ഇസ് E ഇൻറ്റു 4πr². ആൻഡ് ഇനി ഗോസ് ലോ വെച്ചിട്ട് പൈ ഈക്വൽ ടു Q/ε ഉണ്ട്. ബട്ട് യു നോ വൺ തിങ്, നമ്മൾ ഓൾറെഡി തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ഇതിന്റെ അകത്ത് ഈ അകം എന്ന് പറഞ്ഞ പൊള്ളയാണ്, അവിടെ ചാർജ് ഒന്നുമില്ല, ചാർജ് ഇസ് 0 ഇൻസൈഡ്. സോ ഈ ഗോഷ്യൻ സർഫസും ഇപ്പം ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് ചാർജ് ഇല്ല, ഇതിൻ്റെ അകത്ത് ഒന്നും ചാർജ് ഇല്ല. അപ്പൊ ഗോഷ്യൻ സർഫസ് എൻക്ലോസിങ് ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, സോ ഫ്ലക്സ് ത്രൂ ഗോസ് ലോ എന്ന് പറഞ്ഞാൽ 0 ആണ്. ആൻഡ് അല്ലാതെ നമുക്ക് E.4πr² ആണ് ഇക്വേഷൻ. സോ 1 ഉം 2 ഉം കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് E ഇൻറ്റു 4πr² ഇസ് ഈക്വൽ ടു 0, അഥവാ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സോ 4 പോയിന്റ്സ് ഇൻസൈഡ് ദ ഷെൽ, അതായത് ഇൻസൈഡ് ദ ഷെൽ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ആറിന്റെ അകത്ത് കിടക്കുന്ന പോയിന്റ്സ്. ഫോർ എനി പോയിന്റ് വിച്ച് ഇസ് ഇൻസൈഡ് ആർ, inside the shell, that is r less than r, which means inside the shell, ഷെല്ലിന്റെ അകത്താണ് പോയിന്റ് എങ്കിൽ then electric field is 0. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഒബ്വിയസ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്ന് പറഞ്ഞാൽ ആക്ച്വലി കൂളംസ് ലോയുടെ ഒരു എന്താ ഇംപ്ലിക്കേഷൻ ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളംസ് ലോ അക്കോർഡിംഗ്ലി ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ 1/r²ന് 1/r² അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഡിക്രീസ് ചെയ്യുവാണ്. അങ്ങനെ ഡിക്രീസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഓപ്പോസിറ്റ് പോയിന്റ്സ് എടുക്കുവാണെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ക്യാൻസൽ ആയിട്ടാണ് 0 വരുന്നത്. ഇതെന്ന് പറയുന്നത് നോൺസ്, ഇപ്പം ഈ ഇലക്ട്രിക് ഫീൽഡ് 1/r² അനുസരിച്ച് ഡിക്രീസ് ചെയ്തിരുന്നായിരുന്നുവെങ്കിൽ ഈ ഒരു ക്യാൻസലേഷൻ ഒരിക്കലും വരത്തില്ല. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സ്പെരിമെന്റൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കൂളംസ് ലോയുടെ ഒരു പ്രൂഫും കൂടി ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ദിസ് ഇസ് എക്സാമ്പിൾ 1.13 ആണ്. ഓക്കെ, സോ an early model for an atom considered it to have a positively charged point nucleus of charge set T. അതായത് ആറ്റത്തിന്റെ ഏർലി മോഡൽ എന്ന് പറഞ്ഞാൽ യു ഹാവ് എ സെൻട്രലിലുള്ള ന്യൂക്ലിയസ് ആണ്. ആ ന്യൂക്ലിയസിന്റെ ചാർജ് എന്ന് പറഞ്ഞാൽ +ZD ആണ്. ഇനി അതിന് ചുറ്റും ഇപ്പം ആ ആറ്റത്തിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ R ആണ്. ഓക്കെ, ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള ആറ്റം ആണെങ്കിൽ അപ്പൊ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഈ R എന്ന് പറയുന്ന റേഡിയസിന്റെ അകത്ത് മുഴുവൻ പിന്നെ ഈ ന്യൂക്ലിയസിനകത്ത് എത്രത്തോളം നെഗറ്റീവ് ചാർജ് ഉണ്ടോ അത്രത്തോളം തന്നെ ന്യൂക്ലിയസിനകത്തുള്ള എത്രത്തോളം പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രത്തോളം തന്നെ നെഗറ്റീവ് ചാർജ് ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും ഈ റേഡിയസിനകത്ത്. ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ -ZT ആണ്. ആൻഡ് അതെന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുവൻ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ആയിരിക്കും, യൂണിഫോം ഡെൻസിറ്റിയിലാണ് അവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ ദ ആറ്റം ആസ് എ ഹോൾ ഈസ് ന്യൂട്രൽ. കാര്യം വെച്ചാൽ പോസിറ്റീവ് ചാർജ് ആണ് ന്യൂക്ലിയസിന്റെ,
അത്രത്തോളം തന്നെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 0. അപ്പൊ ഇതാണ് ഒരു ഏർലി ആറ്റം മോഡൽ. അങ്ങനെയാണെങ്കിൽ ഫോർ ദിസ് മോഡൽ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ന്യൂക്ലിയസ്? അപ്പൊ ഇങ്ങനെ ഒരു മോഡൽ ആണെങ്കിൽ ആർ ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര എന്നാ ചോദിക്കുന്നത്. സോ വി ഹാവ് എ സെൻട്രൽ പോസിറ്റീവ് ചാർജ്, ഇതിന്റെ ചുറ്റും നെഗറ്റീവ് ചാർജ്, ആൻഡ് ദിസ് ഇസ് ഹാവിംഗ് എ റേഡിയസ് ഓഫ് ക്യാപിറ്റൽ ആർ. അപ്പൊ നമ്മുടെ ഈ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഒന്നുമില്ല, നമുക്ക് പുറത്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ അകത്തുള്ള ഒരു പോയിന്റ് എടുക്കാം. ആർ ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. സോ രണ്ട് സിനാരിയോ ഉണ്ട്, ഒന്നിലെ പോയിന്റിന് പുറത്ത് കിടക്കാം, അല്ലെ പോയിന്റ് അകത്തെടുക്കാം. അപ്പൊ രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പൊ ഇത് രണ്ടും കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പൊ അതാണ് നമ്മൾ നോക്കുന്നത്, ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അതിന്റെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട്. ഒരു പ്ലസ് ചാർജ് അത്രയും തന്നെ നെഗറ്റീവ് ചാർജ് ഈക്വൽ ആയിട്ട് ഇതിന്റെ ചുറ്റും ആ റേഡിയസ് ഉള്ള ഈ ആറ്റത്തിന്റെ അകത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആറ്റം ആസിഡ്സ് ന്യൂട്രൽ ആയതുകൊണ്ട് ഈ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇതിന്റെ പ്ലസ് ZDയും ഇതിന്റെ മൈനസ് ZDയും കൂടെ കൂട്ടുമ്പോൾ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് യു വിൽ ഹാവ് 0. സോ ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവും. അപ്പൊ ലെറ്റ് സി, ഈ നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി നമുക്കറിയാം. ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്, നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. നെഗറ്റീവ് ചാർജ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പം ഇവിടെ നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്ഫിയർ എടുക്കുമ്പോൾ നമുക്ക് ഇത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണല്ലോ. സോ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ് എടുക്കുന്നത്. ഇപ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് അക്രോസ് ദിസ് വോളിയം ആയതുകൊണ്ട് നമ്മൾ ഒരു യൂണിറ്റ് വോളിയം എടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ചാർജ് സെയിം ആയിരിക്കും. സോ ആ യൂണിഫോം ചാർജ് ഡെൻസിറ്റി എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അത് യൂണിഫോം നെഗറ്റീവ് ചാർജ് ആണ്, എന്താണ് ഇങ്ങനെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ യു ഹാവ് ദ യൂണിഫോം നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി. യൂണിഫോം നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഇസ് റോ, ചാർജ് പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, പ്രത്യേകം ശ്രദ്ധിക്കുക, കാര്യം വോളിയത്തിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അത് എത്രയാണെന്ന് നമുക്ക് നോക്കാം. യൂണിഫോം പോസിറ്റീവ് അല്ല, യൂണിഫോം നെഗറ്റീവ് ചാർജ് ആണ് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ റോ എത്രയാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്കറിയാം ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് എത്രയാണ്. ടോട്ടൽ നെഗറ്റീവ് ചാർജ് ഇസ് ഗിവൺ ബൈ -ZT. So you know that charge density, volume charge density in rho is given by ചാർജ് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ചാർജ് അഥവാ നമ്മുടെ ടോട്ടൽ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് റോ ഇൻറ്റു വോളിയം ആയിരിക്കും. സോ റോ ഇൻറ്റു വോളിയം എന്ന് പറയുന്നത് എത്രയാണ്, വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ 4/3π. ഇവിടെ ആറ്റത്തിന്റെ റേഡിയസ് ക്യാപിറ്റൽ ആണ്. സോ ക്യാപിറ്റൽ R3. ദാറ്റ് മീൻസ് ഇതും ടോട്ടൽ ചാർജ്, ഇതും ടോട്ടൽ ചാർജ്. സോ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ -ZD is equal to റോ ഇൻറ്റു 4/3π ക്യാപിറ്റൽ R3. ഇതിൻ്റെ അകത്ത് നമുക്ക് റോയെ എങ്ങനെ എഴുതാൻ സാധിക്കും, -3ZD/4πR³ എന്ന് വരും. സോ ദിസ് ഇസ് ദ വോളിയം ചാർജ് ഡെൻസിറ്റി. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് സം പോയിന്റ് ആർ ഡിസ്റ്റൻസ് ന്യൂക്ലിയസിന് അകലെയുള്ള ഒരു പോയിന്റിനെ കണ്ടുപിടിക്കാം യൂസിങ് ഗോസ് ലോ. ആൻഡ് ഒബ്വിയസ്ലി വി നോ ദാറ്റ് ഇത് സ്ഫിയർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇവോക്ക് ചെയ്യാൻ പറ്റുന്ന സിമെട്രി എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കൽ സിമെട്രി ആയിരിക്കും. അപ്പൊ നമ്മളിപ്പം സ്മോൾ ആർ ഡിസ്റ്റൻസിൽ അകലെ ന്യൂക്ലിയസിൽ നിന്ന് സ്മോൾ ആർ ഡിസ്റ്റൻസിൽ അകലെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഗോസ് ലോ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്ന ആ ഒരു സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡിസ്റ്റൻസിന്റെ ഒരു സ്ഫിയർ കണ്ടുപിടിച്ചാൽ മതി. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് റേഡിയൽ ഡിസ്റ്റൻസിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ടു ദാറ്റ് പോയിന്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. റേഡിയൽ ഡയറക്ഷൻ ആണ്. അങ്ങനെ ഒരു നമ്മൾ റേഡിയസിൽ സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും. അപ്പം നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയാണോ പോയിന്റ് എടുക്കുന്നത്, ഔട്ട് സൈഡിലും പുറത്താണെങ്കിലും അകത്താണെങ്കിലും അത് വെച്ചൊരു സർഫസ് സ്ഫിയർ കൺസ്ട്രക്ട് ചെയ്താൽ മതി. ദാറ്റ് വുഡ് ബി ദ ഐഡിയൽ ഗോഷ്യൻ സർഫസ്. അപ്പം നമുക്ക് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ഇൻസൈഡ് ദ ഷെൽ, ഇൻസൈഡ് ദ സ്ഫിയർ നോക്കാം. ഫീൽ ഇൻസൈഡ് ദ സ്ഫിയർ. അപ്പൊ നമ്മൾ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ സ്ഫിയർ. ദിസ് ഇസ് അവർ സ്ഫിയർ. അതിന്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ സപ്പോസ് നമ്മൾ
ഇപ്പം സി ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യാന്ന് വിചാരിക്കും. ദിസ് ഇസ് മൈ പോയിന്റ്, സ്പെസിഫൈഡ് പോയിന്റ് ഇതാന്ന് വിചാരിക്കും. ഇതിൽ നിന്ന് സെൻട്രിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് R ആണ്. നിങ്ങളുടെ പടവുമായിട്ട് കൺഫ്യൂസ് ചെയ്യിക്കേണ്ട. നിങ്ങളുടെ പടം എന്താ ചെയ്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. പടത്തിൽ സെന്റർ പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിന് ചുറ്റും നെഗറ്റീവ് ചാർജ്, ഇങ്ങനെയാണ് ആ പടം വന്നിരിക്കുന്നത്. സെന്റർ നെഗറ്റീവ് ചാർജിന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ക്യാപിറ്റൽ R. എന്നിട്ട് ഈ സെന്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ, ഇപ്പൊ ഇവിടെ ഈ പോയിന്റ് വിച്ചിട്ട് R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ പോയിന്റ് ആണെങ്കിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ ഇവിടെ ഒരു എന്ത് ചെയ്തു, ഒരു ഗോഷ്യൻ സർഫസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സി ഇവിടെ ഇങ്ങനെ ഒരു ഗോഷ്യൻ സർഫസ്, ഇങ്ങനെ ഇതൊന്ന് മാറ്റാം. സി ഇപ്പൊ ഇവിടുത്തെ പോയിന്റ് ആണെങ്കിൽ സെന്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെ ഉള്ള ആ പോയിന്റിൽ ഇവിടെ ഇങ്ങനെ ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അല്ലല്ല, സോറി അങ്ങനെയല്ല കേട്ടോ. ആ ഗോഷ്യൻ സർഫസ് ആക്ച്വലി അവിടെ കാണിച്ചിട്ടില്ല. ഡോണ്ട് കൺഫ്യൂസ്. ഇപ്പൊ പറഞ്ഞൊന്ന് ഫോർഗെറ്റ് ചെയ്തേക്കും. 1 സെക്കൻഡ് ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം, ബിക്കോസ് കൺഫ്യൂഷൻ ആക്കണ്ട. സി നിങ്ങളുടെ പിക്ചർ ഇത് തന്നെയാണ് കേട്ടോ, അങ്ങനെയല്ല കേട്ടോ. ദറ്റ് ഈസ് പ്ലസ് ZD എന്ന് പറഞ്ഞാൽ ഇതാണ് ന്യൂക്ലിയസ്. ഇനി നമ്മുടെ മൊത്തമുള്ള ആറ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാവിംഗ് ന്യൂക്ലിയസ് R ഡിസ്റ്റൻസ് അകലെയാണ്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ദ, ചുറ്റും ഇങ്ങനെ ഫുള്ള് ഇവിടെ നെഗറ്റീവ് ചാർജ് ആണ്. ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ സ്ഫിയർ ദറ്റ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് R. അത് ഇവിടെ സെന്ററിൽ നിന്നും R ഡിസ്റ്റൻസ് അകലെയുള്ളിടത്ത് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. സോ ഫോർ ദാറ്റ് വി നീഡ് ടു ക്രിയേറ്റ്, ഇതാണ് ഗോഷ്യൻ സർഫസ് കേട്ടോ, അതിവിടെ മാർക്ക് ചെയ്തിട്ടില്ല ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അതാണ് കറക്റ്റ്. സോ ഫീൽഡ് ഇൻസൈഡ് സ്ഫിയർ എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പോയിന്റ് ആ റേഡിയസിനെക്കാട്ടും കുറവുള്ള പോയിന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണെന്ന് നോക്കാം. സോ യു ഹാവ് ഈ ഡോട്ടഡ് ലൈൻ ഞാൻ ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ ഗോഷ്യൻ സർഫസ്. അപ്പം ഇവിടെ നമ്മൾ നേരത്തെ 2 കേസസ് കണ്ട പോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡും ഏരിയയും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ഫ്ലക്സ് ത്രൂ ഗോഷ്യൻ സർഫസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ. ഫ്ലക്സ് ത്രൂ Gaussian surface phi is equal to electric field as a function of R into 4 pi R square. Electric field depends only on R. അതുകൊണ്ടാണ് E of R എഴുതുന്നത്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്ന R ഡിസ്റ്റൻസ് അകലെയുള്ള എല്ലാ പോയിന്റിലും സെയിം ആയിരിക്കും. ഓക്കെ, ബിക്കോസ് ഗോഷ്യൻ സർഫസിൽ ഏതൊരു പോയിന്റില് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ആ സർഫസിന്റെ നോർമൽ ആണ്. ആൻഡ് അവിടെ എല്ലായിടത്തും ആ സർഫസിലെ എല്ലാ പോയിന്റിലും ഇലക്ട്രിക് ഫീൽഡ് സെയിം ആയിരിക്കും, ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ്. അതുകൊണ്ട് വി കുഡ് റൈറ്റ് E ആസ് എ ഫംഗ്ഷൻ ഓഫ് R, ദാറ്റ് ഇസ് E of R. അങ്ങനെ നമുക്ക് എഴുതാം E of R into 4 pi R square, ദാറ്റ് ഇസ് ദ ഫ്ലക്സ്. അപ്പം ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ ഗോസ് ലോ യൂസ് ചെയ്തിട്ടും കൂടി കണ്ടുപിടിക്കണം. ഗോസ് ലോ മീൻസ് ഉപയോഗിച്ച് ഫ്ലക്സ് ഇസ് ഈക്വൽ ടു Q by epsilon naught. അപ്പൊ അതിന് നമുക്ക് Q എന്താന്ന് ആദ്യം വർക്ക്ഔട്ട് ചെയ്യണം. അതായത് Q ഇസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ഗോഷ്യൻ സർഫസ്. ചാർജ് എൻക്ലോസ്ഡ് ബൈ ഗോഷ്യൻ സർഫസ്. ഗോഷ്യൻ സർഫസ് എൻക്ലോസ് ചെയ്തിരിക്കുന്ന ചാർജ് എത്രയാണെന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, ഞാൻ ഇവിടെ ആ ഗോഷ്യൻ സർഫസ് ഡോട്ടഡ് ഒന്ന് യോജിപ്പിച്ച് സർക്കിൾ ആക്കി ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഗോഷ്യൻ സർഫസ് ചിന്തിക്കുവാണെങ്കിൽ ഗോഷ്യൻ സർഫസിൽ എത്രത്തോളം ചാർജ് ഉണ്ട്? ഇവിടെയൊക്കെ നെഗറ്റീവ് ചാർജ് ഉണ്ട് താനും. അപ്പൊ അതിനൊരു ഈ സെൻട്രൽ പോസിറ്റീവ് ചാർജ് ഉണ്ട്. ZD എന്ന് പറഞ്ഞ സെൻട്രൽ പോസിറ്റീവ് ചാർജും ഇതിന് ചുറ്റും ഈ ഒരു റേഡിയസ് R ഡിസ്റ്റൻസ് അകലെയുള്ള ഈ റേഡിയസ് ഉൾക്കൊള്ളുന്ന നെഗറ്റീവ് ചാർജും അത് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ടോട്ടൽ ചാർജ് എഴുതുമ്പോൾ എന്താണ്, ന്യൂക്ലിയസിന്റെ പോസിറ്റീവ് ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, ZD ഉണ്ട്. പിന്നെ R ഡിസ്റ്റൻസിൽ അകലെയുള്ള ആ സ്ഫിയറിന്റെ അകത്ത് ഉൾക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് ചാർജ് ഉണ്ട്. അപ്പൊ നമുക്ക് ആ ചാർജ് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ കൂടെയുള്ള മാർഗം എന്ന് പറഞ്ഞാൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയതുകൊണ്ട് ഒരു യൂണിറ്റ് വോളിയം എടുത്തു കഴിയുമ്പോൾ അവിടെ ഉള്ള എല്ലാ ചാർജസും സെയിം ആയിരിക്കും. അത് ഈ ഭാഗത്തും റോ സെയിം ആയിരിക്കും. ആൻഡ് റോ ഈസ് ഗിവൺ ബൈ വാട്ട്? Q by V. സോ Q അത്രത്തോളം നെഗറ്റീവ് ചാർജ് കണ്ടുപിടിക്കാൻ റോ ഇൻറ്റു V. ബിക്കോസ് റോ നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മൾ ഓൾറെഡി ഇവിടെ റോ കണ്ടുപിടിച്ചിട്ടുണ്ട്. -3ZD ഇൻറ്റു 4 pi R cube നമുക്ക് റോ ഓൾറെഡി ഉണ്ട്. 0 is equal to -3ZD by 4 pi R cube എന്ന വാല്യൂ ഓൾറെഡി ഉണ്ട്. ഇനി വോളിയം കൂടി കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ നമ്മുടെ വോളിയം എന്ന് പറഞ്ഞാൽ അപ്പം Q is equal, ഇത് നമുക്ക് ഓൾറെഡി റോയുടെ വാല്യൂ ഉണ്ട്, അത് സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് അത് ഇൻപുട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ, ലിറ്റർ കൊടുക്കാം. ആൻഡ് വോളിയം, അപ്പം വോളിയം എന്ന് പറയുന്നത് എന്താണ്?
സ്മോൾ ആർ റേഡിയസ് ഉള്ളതിന്റെ വോളിയാണ് നമ്മൾ എടുക്കേണ്ടത്. അവിടെ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന ചാർജ് ആണ്. സോ 4/3 പൈ ആർ ക്യൂബ്. ദിസ് ഇസ് ദ എന്താണ് നെഗറ്റീവ് ചാർജ് 4/3 പൈ ആർ ക്യൂബ് റോ. ഓക്കെ, സോ റോയുടെ വാല്യൂ നമുക്ക് കൊടുക്കാം. റോ ഇസ് ഗിവൺ ബൈ 3 ZD/4 പൈ ആർ ക്യൂബ് ആണ്. അപ്പൊ നമുക്ക് അത് ഇവിടെ കൊടുക്കാം. ZD മൈനസ് ഈ റോയുടെ മൈനസ് ഇവിടേക്ക് കൊടുക്കാം. 4/3 പൈ ആർ ക്യൂബ്, റോയുടെ വാല്യൂ 3ZE/4 പൈ ആർ ക്യൂബ്. ഈ 3യും ഈ 3യും ഈ 4 പൈയും ഈ 4 പൈയും ക്യാൻസൽ ആയിട്ട് വി വിൽ ഹാവ് ZD മൈനസ് ZD ഇൻറ്റു ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് വരും. ഓക്കെ, സോ നോക്കുക, വി കുഡ് റൈറ്റ് ദിസ് ആസ് ZD ഇൻറ്റു 1 മൈനസ് ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ഓക്കെ, ഇവിടേക്ക് എഴുതാം. സോ നമ്മുടെ ഫൈ എന്ന് പറയുന്നത് എന്താണ്? Q/ε0. അപ്പൊ Q എത്രയാണ് കിട്ടിയിരിക്കുന്നത്? Q ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ZD ഇൻറ്റു 1 മൈനസ് ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. സോ ഇൻറ്റു 1/ε0. അപ്പൊ നമുക്ക് ഇവിടെയും നമുക്കൊരു ഫ്ലക്സ് കിട്ടിയിട്ടുണ്ട്, ഇവിടെയും നമുക്കൊരു ഫ്ലക്സ് ഉണ്ട്. ആ രണ്ട് ഫ്ലക്സും കൂടി ഇക്വേറ്റ് ചെയ്യാം. ദറ്റ് ഈസ് E ഇൻറ്റു 4 പൈ ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ZD ഇൻറ്റു 1 മൈനസ് ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു 1/ε0. അപ്പൊ ഇതിൻ്റെ നമുക്ക് വേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ ZD. ഓക്കെ, we have written this as a function of R, right? E of R. So E of R is equal to ZD by 4 pi R square into ഈ ε0 ഉണ്ട് 1 മൈനസ് ആർ ക്യൂബ് ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ്. ഇനി നോക്കിക്കേ, നമുക്ക് ഈ ആർ സ്ക്വയറിന് ഉള്ളിലേക്ക് കൊടുത്താൽ എങ്ങനെയായിരിക്കും? ZD by 4 pi ε0 into 1 by R square minus R cube by R square into capital R cube. അപ്പോൾ ഒരു ആർ സ്ക്വയറും ഇവിടുത്തെ ഒരു ആർ സ്ക്വയറും കൂടെ പോയിട്ട് അവിടെ R/R cube എന്നായിരിക്കും. സോ വി ഹാവ് ഗോട്ട് ഇലക്ട്രിക് ഫീൽഡ് ആസ് ZD by 4 pi ε0 into 1 by R square minus R/R cube. So for points inside the shell, ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്. ആൻഡ് ദാറ്റ് വുഡ് ബി റേഡിയലി ഔട്ട്വേർഡ്, ബിക്കോസ് ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഈ വാല്യൂ. അതുകൊണ്ട് തന്നെ ദാറ്റ് വിൽ ബി ഡയറക്റ്റഡ് ഔട്ട്വേർഡ്. ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് പോസിറ്റീവ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി റേഡിയലി ഔട്ട്വേർഡ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ്. ഇനി അടുത്ത നോക്കിക്കേ, ഇനി അടുത്ത കേസ് നോക്കാം. അതായത് ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദ ഷെൽ, ഔട്ട്സൈഡ് ദ സ്ഫിയർ. ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദ സ്ഫിയർ, നമ്മൾ ഈ സ്ഫിയറിന് പുറത്തുള്ള ഒരു പോയിന്റ് എടുക്കുമെന്ന് വിചാരിക്കുക. ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദ സ്ഫിയർ ഓർ ഫോർ പോയിന്റ്സ് ഔട്ട്സൈഡ് ദ ആറ്റം എന്ന് പറയാം. വി ഹാവ് ദ സെന്റർ പോസിറ്റീവ് ചാർജ് ആൻഡ് അതിന് ചുറ്റും നമുക്ക് എന്താ ഉള്ളത്? നെഗറ്റീവ് ചാർജ്. ആൻഡ് ദിസ് ഇസ് ഹാവിങ് എ റേഡിയസ് ആർ. നമ്മൾ ഈ പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് എടുക്കുകയാണ്. സോ ആ പോയിന്റും സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് തൽക്കാലം R എന്ന് എടുക്കുമെന്ന് വിചാരിക്കുക. സോ ഹിയർ നമ്മുടെ R എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ R ഔട്ട്സൈഡ് ദ ആറ്റം. അപ്പൊ നോക്കുക, വി നോ ആറ്റം ആസ് അങ്ങനെയായിരുന്നു ഏർലി മോഡൽ എന്ന് പറഞ്ഞാൽ ആറ്റം ആസ് എ ഹോൾ ന്യൂട്രൽ, അങ്ങനെയാണല്ലോ. അപ്പൊ ന്യൂട്രൽ ആവുമ്പോൾ ദാറ്റ് മീൻസ് എന്താണ്? ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജ് ഓഫ് ദ സ്ഫിയർ അല്ലെങ്കിൽ ടോട്ടൽ ചാർജ് ഓഫ് ദ ആറ്റം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി എന്താണ്? 0 ആണ്. ഓക്കെ, സോ ഫ്ലക്സ് എന്ന് പറയുന്നത് Q/ε0 വിൽ ബി ഡെഫിനറ്റ്ലി 0. ഓക്കെ, നമ്മൾക്ക് പക്ഷെ നമ്മൾ യൂഷ്വലി നമുക്ക് അപ്പോൾ സോ ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഡെഫിനറ്റ്ലി 0 അത് നമുക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമ്മളിവിടെ എന്ത് ചെയ്യുക? നമുക്ക് ട്രഡീഷണൽ വേയിൽ നമ്മളിവിടെ ഗോഷ്യൻ സർഫസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഫ്ലക്സ് ത്രൂ ഗോഷ്യൻ സർഫസ്. നമ്മുടെ ഗോഷ്യൻ സർഫസ് എന്ന് പറയുന്നത് സ്ഫിയർ ഓഫ് റേഡിയസ് സ്മോളർ എന്ന് പറഞ്ഞാൽ φ is equal to E into 4 pi R square ആണ്. സോ ഇത് നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ. അക്കോർഡിംഗ് ടു ഗോസ് ലോ ഫ്ലക്സ് 0 ആണ്. ആൻഡ് അല്ലെങ്കിൽ ഫ്ലക്സ് നിന്ന് ഇറ്റ് ഇസ് ഗിവൺ ബൈ E into 4 pi R square. സോ 1 ഉം 2 കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? E into 4 pi R square is equal to 0. അഥവാ ഇലക്ട്രിക് ഫീൽഡിൽ നിന്ന് 0 ആണ് ഫോർ പോയിന്റ്സ് ഗ്രേറ്റർ ദാൻ ദ റേഡിയസ്. ഇനി നമ്മൾ R എന്ന് പറഞ്ഞ പോയിന്റ്, അതായത് നമ്മളുടെ R ഈക്വൽ നമ്മൾ 4 പോയിന്റ്സ് ഓൺ ദാറ്റ് സ്ഫിയർ. ഇതിപ്പോ ഇവിടെ ഏതെങ്കിലും പോയിന്റ് എടുക്കുകയാണെങ്കിലും ഒരുപോലെ തന്നെ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്
സീറോ ആയിരിക്കും അവിടെ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്ന് പറയുന്നത് സീറോ ആണ്. അതുകൊണ്ട് ഫ്ലക്സ് സീറോ ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്യാം. സോ താങ്ക് യു.